ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇതിൽ കുറച്ച് ക്ലീനിങ്ങും നോമ്പിൻ്റെ മുന്നേ നമ്മൾ വീടൊക്കെ മൊത്തത്തിലൊന്ന് ഒരുക്കി വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ. ചെമ്മീൻ മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പൊടി പിടിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നുള്ളത്. 10 ദിവസത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്, എന്നാലും നല്ലോണം പൊടിയായിട്ടുണ്ട്. അപ്പം ഏതായാലും നനച്ച് കുളിയൊക്കെ ഇല്ല. അപ്പം ഞാൻ ഇതേപോലെ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും റൈസായിട്ട് ഉണ്ടാക്കൽ, ഇറച്ചിച്ചോറോ അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് സ്പെഷ്യലായിട്ട് ചെമ്മീനുണ്ട് കയ്യിൽ. ആദ്യം ഞാൻ വിചാരിച്ച് ചെമ്മീൻ ചോറ് വെക്കാമെന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചല്ല, ഒരു ചെമ്മീൻ മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തും പറയാമല്ലോ. ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ വാലും ആണെങ്കിൽ കുറച്ച് വെക്കാം, പക്ഷേ ഞാൻ വാല് വെച്ചിട്ടില്ല കേട്ടോ. തല മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുവത്തെ ആ ഒരു വേസ്റ്റില്ലേ, അത് ഒഴിവാക്കണം കേട്ടോ, അല്ലെങ്കിൽ വയറുവേദനയെല്ലാം വരും. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈസ് വേണം. ഇത് മന്തിയെല്ലാം ഉണ്ടാക്കുന്ന റൈസാണ് കേട്ടോ. അപ്പോൾ ഇതന്നെ എടുക്കണം. അപ്പോൾ ഇത് അരമണിക്കൂറെങ്കിലും നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഒന്ന് കുതിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം കഴുകിയിട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഒരു അര കിലോനും ഉണ്ടാവില്ല കേട്ടോ, അതിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കിലോത്തിൽ ഈ ഒരു കുക്ക് വെയറിലാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്, അന്ന് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിട്ടില്ലായിരുന്നു. ഇത് അടിപൊളി കുക്ക് വെയർ ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണ്ടിയവർക്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളിയാണ്. ഇപ്പം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്, പക്ഷേ ഇനിയും വരും കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. വേണ്ടവർ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫാസ്റ്റ് സെല്ലോ എന്നാണ്, അതിൽ വന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ ലിങ്ക് സെൻഡാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ സെൻഡാക്കി തരാം കേട്ടോ. അതിൻ്റെ ഫോട്ടോ അയച്ച് തന്നാലായി. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം. പിന്നെ ചെമ്മീൻ്റെ മന്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മസാല ഒന്ന് റെഡിയാക്കിയാൽ മതി. ചെമ്മീൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മസാല റെഡി ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് വേവിക്കാൻ ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലെമണില്ലേ, ഡ്രൈ ലെമൺ, അത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിലേക്ക്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് കൂടുതൽ വെള്ളം വെക്കട്ടെ. നമ്മളിത് വേവിച്ചിട്ട് ഊറ്റിയിട്ട് എടുക്കുന്നതാണ്. നമ്മൾ മന്തിക്കെല്ലാം വേവിച്ചിട്ട് എടുക്കുന്നില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് ഉപ്പെല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കുക. അതൊന്ന് വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവിൽ തന്നെ എടുക്കണം. ഇനി മന്തിയിലേക്കുള്ള മസാല റെഡിയാക്കുക. അതിനായിട്ട് ക്യാപ്സിക്കം, ഉള്ളി, ഞാൻ ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്ന് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ആ കാര്യം ഇത് കുറച്ച് വലുതാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുത്തോളി. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു 3/4 ഭാഗമാണ് എടുക്കുന്നുള്ളത്. പിന്നെ ഉള്ളി ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് വലുതും ഒന്ന് ചെറുതുമാണ്. ഉള്ളി പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 1.5 ഉള്ളി. മന്തിയിലേക്ക് ഉള്ളി ആയാലും ക്യാപ്സിക്കായാലും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പൊടിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്യാനുള്ള മടിയുണ്ട്. എൻ്റെ അടുത്ത് ചോപ്പർ ഉണ്ടായതുകൊണ്ട് ഞാൻ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്പറും നല്ല ഓഫറുണ്ട് ട്രെൻഡിയോളിൽ. ഇപ്പം നല്ല ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ട്. ചോപ്പറിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും അതുപോലെ തന്നെ സ്പൈസസും ചേർത്ത് കൊടുക്കാറുണ്ട്. ഏലക്ക ഒരു 5 എണ്ണം, പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൂ ഒരു 4 എണ്ണം എടുക്കുക. പട്ട ഒരു 2 പീസ് എടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂണും കുരുമുളക് അങ്ങനെ ഇടുക കേട്ടോ, പൊടിക്കണ്ട. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ചിക്കൻ സ്റ്റോക്ക് 1 പീസ് എടുത്താൽ മതി. പിന്നെ മന്തി മസാല പൗഡറില്ല, അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഫുഡ് കളറ് കുറച്ച് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ മല്ലിപ്പൊടി 1
ടേബിൾ സ്പൂണും പിന്നെ പച്ച മല്ലിയില്ലേ അങ്ങനെ തന്നെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, പിന്നെ ഓയിൽ 1 ടേബിൾ സ്പൂണ്, പിന്നെ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കട്ടോ. 1 ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചില്ല ചോപ്പറിൽ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിൽ നല്ല കുറച്ച് 1 കൈപ്പിടി നിറച്ച് മല്ലിയില, അതും നല്ലോണം ചെറുതാക്കി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാര്യം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നോക്കിയിട്ട് മാത്രം. പിന്നെ അതിലേക്ക് ചെമ്മീൻ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, കാര്യം ചെമ്മീനിലെല്ലാം വെള്ളം ഇറങ്ങി വരും, ക്യാപ്സിക്കത്തിലൊക്കെ വെള്ളം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, കൂട്ടി വെക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ക്യാപ്സിക്കം ഉള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് വേവണം. ഇത് കണ്ട ഇതുപോലെ മസാല ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇതുപോലെ നല്ലോണം ഡ്രൈ ആവണ്ട. അഥവാ ഡ്രൈ ആവുകയെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കൂടി പോവണ്ട. ഇതുപോലെ കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ പാത്രത്തിൽ നല്ലോണം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് ഞാൻ കറക്റ്റ് വേവിൽ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മസാല ഒന്നും കൂടെ നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസും നല്ലോണം ചൂട് വേണം കേട്ടോ, അതുപോലെ തന്നെ മസാലയും നല്ല ചൂട് വേണം കേട്ടോ. അതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 4-5 ചെമ്മീനില്ലേ മസാല, അതായത് റൈസ് ഇടുന്നതിൻ്റെ മുന്നേ മസാലയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. 4-5 ചെമ്മീൻ ഞാനിങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യൂലേ, അതുപോലെ തന്നെ മന്തിക്കെല്ലാം സ്മോക്ക് ചെയ്തെടുക്കുന്നില്ല, അതേപോലെ തന്നെ സ്മോക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാം. ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തീ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞില്ല, ഇന്ന് നനച്ച് കുളിപ്പണി എടുക്കണം. കാര്യം ഓരോരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രം നമ്മൾ ഫുള്ളായിട്ടൊന്ന് നനച്ച് കുളിക്കുക. നമ്മൾ നോമ്പിൻ്റെ മുന്നേ മൊത്തത്തിൽ ഒരു സമാധാനമാണ് പൊടിയൊക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീടൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കുമ്പോൾ. അപ്പം എന്നാലും ഉണ്ടാവില്ല കബോർഡിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ ജനവാതിൽമേൽ ഇതെല്ലാം നമ്മൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം പൊടി കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഹോളൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫാദർ ഇപ്പം ഫ്രീ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ. അപ്പോൾ ഞാനില്ലേ മറ്റേ ചക്കരക്കിഴങ്ങില്ലേ, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെക്കുമ്പോൾ നല്ലോണം മുളച്ചിട്ട് ഒരു പന്തൽ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, റീൽസ്. അപ്പം ഞാൻ ചക്കരക്കിഴങ്ങ് ഇങ്ങനെ മുളച്ചത് കണ്ടപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചതായിരുന്നു. നല്ലോണം മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഇവിടെ കൊടുന്ന് വെച്ചിട്ടാ ആദ്യം കിച്ചണിലായിരുന്നു, പിന്നെ ഹാളിൽ കൊടുന്ന് വെച്ച്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയല്ലേ കല്യാണത്തിന്, പിന്നെ അത് ഉണങ്ങിയിട്ട് കുറേ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് അതെന്തോ പോലെ അതിന്. പിന്നെ ഞാൻ വന്നതിന് ശേഷം കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചെടുത്ത് കുറച്ച് ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് കണ്ട അത് ഉണങ്ങിയിട്ട് അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ താഴെ ക്ലീൻ ആക്കാത്ത പോലെ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ചുരുണ്ടിട്ടില്ലേ അതിൻ്റെ ഞാൻ അവിടെ ഒരു ബോൾ പോലത്തെ എല്ലാം തൂക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബേജാറ് വന്ന് പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളെ ബാൽക്കണിയിൽ അവിടെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫാദർ ബിസി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് അങ്ങനത്തെ പണിയെല്ലാം എടുത്ത് അപ്പോഴത്തേന് പിന്നെ ഫാദർ വന്നിട്ടാണ് ഇനിയിപ്പം നമ്മൾ ചോറ് വയ്ക്കാൻ പോക്കാന്ന്. അപ്പോൾ മന്തി ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ ഓഫാക്കിയിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാ എപ്പോഴാണെന്ന് ഓപ്പൺ ആക്കുന്നുള്ളത്. എന്നിട്ട് ഞാനൊന്ന് ഇതുപോലെ മസാല ഇളക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കണം കേട്ടോ, പൊട്ടി പോകേണ്ട റൈസ്. അപ്പോൾ കറക്റ്റ് പാകത്തിൽ റൈസ് എടുത്താൽ പൊട്ടി പോകില്ല കേട്ടോ. വേവ് കൂടിപ്പോയിഞ്ഞാൽ, അതായത് കുറച്ച് വെള്ളത്തിൽ റൈസ് വേവിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിക്കും. ഇത് കണ്ട, ഇതിപ്പം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, വെവ്വേറെ നിൽക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ വേവിച്ചുകൊണ്ടാന്നിട്ടാ. ഇനി മസാലയും റൈസും ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക.
അപ്പോൾ ഏതായാലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളെ മട്ടൻ മന്തി ചിക്കൻ മന്തിക്കൊന്നും അത്ര ഒക്കൂല. എന്നാലും ചെമ്മീൻ മന്തി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്ര തന്നെ. ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ മട്ടൻ മന്തിയും അതുപോലെ തന്നെ ചിക്കൻ മന്തിൻ്റെയും ഒക്കെ റെസിപ്പികളും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മട്ടൻ മന്തി അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റയിലെല്ലാം വന്നിട്ട് മെസ്സേജ് അയക്കലുണ്ട്. പിന്നെ എന്നെ കാണുമ്പോഴെല്ലാം പറയലുണ്ട് നിങ്ങളെ മട്ടൻ മന്തി നമ്മൾ ഉണ്ടാക്കി അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടെ മറക്കണ്ട. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഫാദുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫാദു പറഞ്ഞ് നമ്മളെന്തായാലും മട്ടൻ മന്തിക്ക് ഒക്കൂല, പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെമ്മീൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഞാനിതാ അതിലേക്ക് ഒരു തക്കാളീൻ്റെ ചട്നി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒലീവും കൂടെ ഉണ്ടായിട്ട് നമ്മളെടുത്ത് അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഫാദർ കുറച്ച് അങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോൺ വന്നുകൊണ്ടുണ്ട്, ഫോണുമ്പിൽ പണി എടുത്തുകൊണ്ടുണ്ട് കേട്ടോ ഫാദർ. അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് തുടച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ മാറാല തട്ടലും ഫാന് തുടക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. ലൈറ്റെല്ലാം തുടക്കാൻ, പിന്നെ ഇവിടെ എല്ലാം നല്ലോണം പൊടിയുണ്ട് കേട്ടോ, അതെല്ലാം തുടക്കാനുണ്ട്. ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ട്രെൻഡിയോളിൽ ഞാൻ ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കട്ടെ, എന്തായാലും ഷോർട്ട് വീഡിയോ ഇടാം. അപ്പം ഞാനിപ്പം അത് പൊളിച്ച് നോക്കിയിട്ടില്ല, കിട്ടിയ പാടെ തന്നെ പൊളിച്ച് നോക്കുന്ന ആളാണ്. ഇപ്പോൾ വീഡിയോ എടുക്കണമല്ലോ എനിക്ക് പൊളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഫാദുവിനായാലും പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വേഗം എനിക്ക് എത്താത്ത, അതായത് ഇങ്ങനെ കയറിങ്ങാണ്ടുള്ള പണിയൊക്കെ അല്ലേ, കബോർഡിൻ്റെ മുകളിൽ, പിന്നെ അതുപോലെ തന്നെ ഫാന് ലൈറ്റ് ഇതെല്ലാം തുടക്കാൻ ഫാദു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തുടച്ച് തരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതേപോലെ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ തുടക്കലൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വികലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാനും ലൈറ്റ് അങ്ങനത്തെ എല്ലാം ഞാൻ തുടച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദു പോണതിൻ്റെ മുന്നേ തന്നെ താഴത്തെ എല്ലാ സാധനം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷാറുഖ് ഖാന്റെ പ്രത്യേകതരം സാധനമാണ്, ആർക്കും തരില്ല. ഫോട്ടോ എടുക്കാൻ വേണം തരാം. ഷാറുഖ് ഖാൻ തന്നതാ നിങ്ങൾക്ക്? അന്ന് ഞാൻ മുംബൈ പോയപ്പോ ഷാറുഖ് ഖാൻ മുംബൈയില് ഷാറുഖ് ഖാന്റെ വീടുണ്ടല്ലേ, അവിടെ പോയപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വെറുതെ ചോദിച്ചതാ എനിക്കിത് തരുമോന്ന്. അപ്പൊ ഷാറുഖ് ഖാൻ പറഞ്ഞ ഡയലോഗ് എന്തറിയാം, ഇതല്ല എന്റെ കിഡ്നി പോലെ നോക്കി ഞാൻ എടുത്ത് തരാതല്ലേ. അപ്പൊ കിഡ്നി ഒന്നും വേണ്ട, ഇത് തന്നാ മതി. ഏത് ഷാറുഖ് ഖാൻ ആണാവോ? ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെയാണ് അറിയോ? മറ്റേ ബംഗാളികൾ ഫാനുണ്ട്, ലൈറ്റ് നല്ല പൊടിയുണ്ട്. എറുമ്പിനെ പിടിക്കുന്നതാ സ്പീഡ്. അങ്ങനൊന്നുമില്ല. അപ്പഴല്ലോ എല്ലായിടത്തും ആക്കൂടി ആയിമന്ന് കിട്ടിയിട്ട കുറച്ച് കൂടുതൽ തന്നെ ഡെക്കോർ ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിമേലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ തുടക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ പോയതുകൊണ്ട് തന്നെ എല്ലാം എൻ്റെ കൈ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുമ്പോൾ എനിക്ക് വലിയ പണി ഉണ്ടാവലില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നനച്ചുള്ളി വരാനുണ്ടല്ലോ എന്ന് വിചാരിച്ച്, അന്ന് ക്ലീൻ ആക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അത്ര വലിയ ക്ലീൻ ആക്കിയിട്ടില്ല. എന്നാലും കൂടുതൽ പൊടി അങ്ങനത്തെ ഒന്നുമില്ല, ഇതിമേലൊന്നുമില്ല കേട്ടോ. 10 ദിവസമല്ലേ നാട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ
പിന്നെ ചിലതുമ്മൽ കുറച്ച് കൂടുതൽ തന്നെ പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ ഞാനിതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നല്ല സൂക്ഷിച്ചിട്ട് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി തട്ടി തുടച്ച് കൊണ്ടടക്കുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കൂടുതൽ പണി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൊല്ലത്തിലൊരിക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടക്കാന്നുണ്ടെങ്കിൽ നല്ലോണം പണി ഉണ്ടാവും. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒരു മുണ്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് തുടച്ചെടുക്കുക എന്ന് കഴിയുമ്പോൾ പൊടിയുള്ളതൊക്കെ ഒന്ന് വരാനും വേണ്ടിയിട്ട്. പിന്നെ ഹാളിലുള്ള ഈ ഒരു ഫ്രെയിമില്ലേ, അത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ ഫ്രെയിം ഞങ്ങളെ ഹാളിൽ. കാര്യം ഇത് അപ്പോൾ അതും ഇങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുന്ന് വെക്കുന്നതാണ്. പിന്നെ എൻ്റെ പ്ലേ ബട്ടൺ ഇട്ടാ സിൽവർ പ്ലേ ബട്ടനും മാഷാല്ലാ. ഇനി അടുത്തത് ഗോൾഡ് പ്ലേ ബട്ടൺ വാങ്ങണം ഇൻഷാല്ലാ. അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് കൂടി മാത്രമാണ് കേട്ടോ എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടല്ല എനിക്ക് അത് കിട്ടിയത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കാനുള്ളത് എല്ലാം പൊടി തട്ടി എല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു വട്ടത്തിലുള്ള ഒരു കട്ടിലില്ലേ, അപ്പം ഇതിൽ കൊടുത്തിട്ട് വെക്കാം. അപ്പം ബെഡ്ഷീറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം അതിൽ വെച്ചിട്ട് ലാസ്റ്റ് അതെടുക്കുക. അപ്പം എല്ലാം ഇതിൽ കൊള്ളും. അപ്പം ഞാനെല്ലാം ഓരോന്നോരോന്ന് തുടച്ചതെല്ലാം ഇതിൻ്റെ മുകളിൽ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഫാദർ എടുത്തന്ന് എൻ്റെ മറ്റേ ബോൾ പിന്നില്ലേ, അതാണ് കേട്ടോ. അത് എവിടെ നോക്കിയാലും കിട്ടും. ഇപ്പോൾ പറയാം ഒരു മുട്ട് സൂചി എവിടെ നോക്കിയാലും ഉണ്ടാവും കേട്ടോ. താഴത്തുനിന്നും ചിലപ്പോൾ ബെഡിലൊക്കെ ഞാൻ മറന്നിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അത് പറയും എപ്പോൾ ഒരേ സ്ഥലത്ത് വെച്ചുവിടുന്നത്. ഞാൻ പിന്നെ വരുമ്പോൾ ചിലപ്പോൾ എന്നെ കുത്തുന്ന ടൈമിൽ താഴെ വെക്കും, അങ്ങനെയല്ല. അപ്പം പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ വീണതെടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. അതാണെന്നുണ്ട് ഫാദറിൻ്റെ കണ്ണിൽ എന്നെ വിടും ചെയ്യും. അങ്ങനെ ഇപ്പം മാറ്റൊക്കെ തട്ടിയപ്പം അതിൽ നിന്ന് ഒന്ന് കിട്ടിയിട്ടാ. പിന്നെ മാറ്റ് കഴുകാനൊന്നും ഇല്ല കേട്ടോ, അതിൽ വലിയ പൊടിയൊന്നുമില്ല. കാര്യം പടുത്തിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ പൊടിയും ചളിയൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാഷാക്കാൻ ലോണ്ടറിയിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നല്ലോണം പൊടിയെല്ലാം തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തട്ടിയിട്ട് അത് മടക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടിട്ട് അവിടെ തന്നെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റ്, ഫാന്, പിന്നെ ജനവാതിൽ, അതുപോലത്തെ പൊടി തട്ടലും പൊടി തുടക്കലും എല്ലാം ചെയ്തിട്ട് നമ്മൾ രണ്ടാളും കൂടെ തന്നെ എനിക്ക് എത്താത്തെല്ലാം ഫാദർ ചെയ്ത് തന്നെ. പിന്നെ താഴെയുള്ളതെല്ലാം സോഫ ഇതെല്ലാം ഇനിയിപ്പോൾ തുടക്കാനുണ്ട്. അപ്പോൾ ബാക്കി മുകളിലുള്ളതെല്ലാം, അതായത് എനിക്ക് എത്താത്ത അങ്ങനത്തെ എല്ലാം ഫുള്ളായിട്ട് ഫാദർ തുടച്ച് തന്ന്. അപ്പോൾ ഇത്ര പൊടിയുണ്ട് കേട്ടോ, നല്ലോണം പൊടിയുണ്ട്. ഇത് കണ്ട കച്ചറ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഇല വീണതാണ് കേട്ടോ. അതിങ്ങനെ ഇളക്കിയപ്പം വന്ന് കുറേ ഇല വീണിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നല്ലോണം പൊടി, ഇത് കണ്ട നല്ലോണം പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി അടിച്ച് വാരിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ജനവാതിൽ ഇത് കണ്ട നല്ലോണം പൊടിക്കാറ്റടിച്ചിനാൽ കേട്ടോ നമ്മൾ നാട്ടിൽ പോയപ്പം. അപ്പം അതോടെ തന്നെ ജനവാതിലിൻ്റെ എങ്ങനെ അടച്ചിട്ടുണ്ട് എന്നാലും എങ്ങനെയെല്ലാം പൊടി ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അതും ആദ്യം ഒരു വേസ്റ്റ് തുണി എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട് ഫുള്ള് പൊടിയെടുത്ത് ഒരു തുണി വെച്ചിട്ട് പിന്നെ ഒരു നല്ല മുണ്ടോണ്ട് മൊത്തത്തിൽ അങ്ങനെ തുടച്ചെടുക്കാന്നിട്ടാ ചെയ്തിട്ടുള്ളത്. അത്രയും പൊടി ഉണ്ടായിരുന്നു. ഇനി അടുത്ത പണി സോഫ എല്ലാം തുടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്തെങ്കിലും ഷാമ്പോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. കുറച്ച് ചൂട് വെള്ളത്തിലാവുമ്പോൾ നല്ലോണം പൊടി വരും കേട്ടോ. പിന്നെ കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നല്ലൊരു മുണ്ടെടുത്തിട്ട് ഇതുപോലെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സോഫ,
കസേര എൻ്റെ അടുത്ത് കൂടുതലും വൈറ്റാണ് കേട്ടോ ഉള്ളത് കസാല. പിന്നെ ഞാൻ കുക്ക് വെയറെല്ലാം വെച്ചിട്ടില്ല, അതെല്ലാം വൈറ്റ് തന്നെയാണ്. പിന്നെ കുറച്ചെല്ലാം പണി കഴിഞ്ഞപ്പോൾ മാവേലി വരുന്നതായിട്ട് ഫാദു പിന്നെയും വന്നിട്ടുണ്ട്. ആ ടി വി എല്ലാം തുടക്കാനുണ്ട്. അപ്പം ഞാൻ ഫാദുവിൻ്റെ അടുത്ത് പറഞ്ഞേ നിങ്ങൾ ടി വിൻ്റെ സ്റ്റാൻഡ് അങ്ങനത്തെ എല്ലാം തുടച്ചു, ഞാൻ ടേബിൾ മൊത്തത്തിൽ കസാല ഇതെല്ലാം തുടക്കാമെന്ന് പറഞ്ഞ് അവർ ഗോൾഡൻ കളർ വന്നതില്ലേ പൈപ്പ്, അതെല്ലാം തുടച്ചെടുക്കണം, പൊടിയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് രണ്ടാളും കൂടെ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ ബോറടിക്കാതെ അങ്ങനെ പെട്ടെന്ന് എടുത്തതല്ല കേട്ടോ പണി. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കുന്നുണ്ട്, പിന്നെ കുറേ നേരം ഇരിക്കുന്നുണ്ട്, പിന്നെ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഇടയിൽ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. ഇതിപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ബാക്കി പണിയെടുത്തിട്ടുള്ളത്. ആദ്യം നല്ലോണം 2 വട്ടം വെള്ളം കൊണ്ട് തന്നെ തുടച്ച്, പിന്നെ നല്ല വെള്ളം കൊണ്ട് തുടച്ച്, അങ്ങനെ കുറച്ച് ഡെറ്റോളെല്ലാം ഒഴിച്ചിട്ട് നല്ല സ്മെല്ലോട് കൂടി തുടച്ചെടുത്ത്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തുടച്ചതിന് ശേഷം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹോളിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ റൂമും ഉണ്ട് കിച്ചണും ഉണ്ട്. ഓരോ ദിവസം അങ്ങനെ കേൾക്കണം. അപ്പോൾ വലിയ ബാറായിട്ട് അങ്ങനെ എനിക്ക് വലിയ പണിയായിട്ട് തോന്നൂല കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.